ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇക്കാക്ക് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഓട്സാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ കുഞ്ഞിനെ പ്ലേ സ്കൂളിലാക്കുന്ന ടൈമും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടു പേർക്കും കൂടിയിട്ട് ഓട്സ് ആക്കിയതാണ്. വെള്ളവും പാലും ഈക്വൽ പ്രപ്പോർഷൻ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഹാസിമിന് അതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ജസ്റ്റ് ഉപ്പിട്ടിട്ടാണ് ഓട്സ് ഇഷ്ടമായിട്ട് ആൾ കുടിച്ചോളും. അപ്പോൾ ആൾക്കങ്ങനെ ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇക്കാക്ക് കുറച്ച് ഹണിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കണത്. അപ്പോൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇക്കാക്കുള്ള ഓട്സ് കുറച്ച് കുറവായി പോയിട്ടാണ്. പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി. പിന്നെ മുട്ട ഒന്ന് ബുൾസൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ ആയിട്ട് വെജീസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് സോട്ട് ചെയ്ത് ഉപ്പും പെപ്പറും ഒക്കെ ഇട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്സിലേക്ക് കുറച്ച് ഹണിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. ഹംദാനും ഹാറൂനൊക്കെ പോയിട്ടുണ്ട്. ഇക്ക ഇറങ്ങിയ ഉടനെ ഞാൻ കുഞ്ഞിനെയും അങ്ങനെ റെഡിയാക്കി അവനെയും ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ലഞ്ച് കൊണ്ടുപോകലാണ് പതിവ്. അപ്പോൾ ഇന്ന് ഇക്ക ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ലഞ്ച് ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് തുണികളും കാര്യങ്ങളൊക്കെ വിരിച്ചിടാനൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇത് ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കേട്ടോ, ക്യാരറ്റും ബീൻസും ബ്രക്കോളി. അത് വെജിറ്റബിൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെജിറ്റബിൾ സ്റ്റീമറിൽ ഒരുപാട് നേരം ഇരിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3/4 വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വെജിറ്റബിൾസ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ചിക്കൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്ന് മസാല ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പാപ്രിക്ക പൗഡർ, സോയാ സോസ്, കുറച്ച് വിനീഗർ, ഹണി, പെപ്പർ, സോൾട്ട് ഇത്ര നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു വലിയ പീസാണെങ്കിൽ അതിനൊരു 4 പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പിന്നെയും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ മസാല അകത്തേക്ക് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ. മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ നല്ല വരഞ്ഞ് അതിൻ്റെ അകത്തേക്ക് മസാല തേച്ച് കൊടുക്കണം കേട്ടോ. പൊതുവേ എനിക്ക് ഹണിയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. ഈ തേൻ വെറും വയറ്റിൽ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്, വയറിന് നല്ലതാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അത് ചിക്കനിലോ എന്തിനേക്കെങ്കിലും കറികളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഹണി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അങ്ങനെ ചിക്കൻ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ റൈസും കാര്യങ്ങളൊക്കെ സെറ്റായതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ വെച്ചത്, ബസ്മതി റൈസ്. ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഓയിലിട്ടിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു വിസിൽ കേട്ടോ, അത്രയും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് ഫോർക്കോ എന്തെങ്കിലും ഒരു സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏതൊരു പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാറാവുമ്പോഴാണ് അത് ഓപ്പൺ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ സെറ്റായിട്ടിരിക്കും കേട്ടോ. നമുക്ക് വിട്ടൊന്നും കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളതിനെ ഒന്ന് എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒരുപാടിട്ട് ഇളക്കരുത്, അപ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോവും. ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കാസറോളിലേക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 പീസോ ബട്ടർ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാട്ടെ. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ബട്ടറും സെറ്റായിട്ട് വരും. ഞാനങ്ങനെ ചിക്കനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മളുടെ വെജീസ് വേവിച്ചതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെജീസിന് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ മസാല ഗ്രേവി കാര്യങ്ങളൊന്നും കളയാൻ വേണ്ട. അങ്ങനെ റൈസും പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ചിക്കൻ 2-3 പീസ് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. സോൾട്ടഡ് വെജീസും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. എനിക്ക് തലേ ദിവസത്തെ മാമ്പഴപ്പുളിശ്ശേരിയും തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്.
എനിക്ക് പൊതുവേ ഈ ഒരു പ്ലെയിൻ ബസ്മതി റൈസിനോട് വലിയ താല്പര്യമില്ല. ടിക്കായാണ് ഇതിങ്ങനെ കഴിക്കുന്ന ഒരാൾ. ഞാൻ മന്തിയാണെങ്കിലോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു റൈസ് എനിക്കിഷ്ടമുള്ളൂ. അല്ലാതെ പ്ലെയിനായിട്ട് ഫുഡിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഈ ഒരു റൈസ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഹംദാനും ഓക്കെയാണ്, കുഴപ്പമില്ല, കഴിച്ചോളും. പിന്നെ സ്കൂളിലും കൊടുത്തു വിടാനായിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് രാത്രിയിലത്തേക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. രാത്രിത്തെ സോയാബീനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഞാൻ തിളച്ച വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ നമ്മളുടെ നോർമൽ വാട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മസാല തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഫ്രൈ ചെയ്യാതെ അതിലേക്കിട്ട് നമ്മൾ എന്ത് മസാലയാണോ ഉണ്ടാക്കുന്നത് അതിലേക്കിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇവിടെ കുറച്ചൊരു ടേസ്റ്റ് വേണമല്ലോ. പിന്നെ കുട്ടികൾക്ക് രാവിലെ ലഞ്ച് ബോക്സിലേക്കും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ മസാലയും ഒന്നാക്കി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും നോർമലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിരുമ്മി ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സോയാബീൻ ഞാൻ ഒരുപാട് ടൈപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ആർക്കും വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാൻ ഇതേപോലെ മസാല കാര്യങ്ങളൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് കൊടുത്തപ്പോൾ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോയാബീൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നല്ല മസാലയൊക്കെ ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. ഫ്രൈ ചെയ്യാറായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് ആണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയും. ഡയറ്റിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളയുക, മസാല ഉണ്ടാക്കുക, അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനൊരുപാട് വേവോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദുബായിലാണെങ്കിൽ PT1 എക്സാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെ പഠനവും കാര്യങ്ങളൊക്കെയാണ്. ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹാറൂന് എക്സാം സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം 1 മന്ത് കൊണ്ടാണ് എക്സാം കഴിയുക. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട്. പക്ഷേ ഹംദാന് അടുപ്പിച്ചാണ് എക്സാം വരിക. അവരിതേ കരാട്ടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇതേ പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കിച്ചണിൽ ഇതേ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഇപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. നല്ല ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇവിടുത്തെ ബിൽഡിംഗ് ആണെങ്കിൽ സമാധാനമുണ്ട്. വീടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ചൂട് അറിയണേ ഇല്ല കേട്ടോ. അകത്ത് നല്ല എപ്പോഴും കൂളായിട്ട് തന്നെയായിരിക്കും. നമ്മൾ AC ഇട്ടില്ലെങ്കിലും നമ്മളത് അഫക്റ്റ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ നമുക്ക് ബാൽക്കണിയിലേക്ക് പോലും ഒന്ന് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിലുള്ള നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഹാസിമിനെ ബേബി സിറ്റിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ എന്നാലും ഇവിടെ നിന്ന് അവിടെ വരെ പോയി വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ. അത്ര വെയിലാണ്. അതേപോലെ സൂംബയ്ക്കാണെങ്കിലും രാവിലെ 7:30 ആ ഒരു സമയത്താണല്ലോ പോകുന്നത്. അപ്പോൾ രാവിലെ ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോയാബീൻ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി ഓയിലും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഗാർലിക്ക് കുറച്ച് കൂടുതൽ എടുത്തോട്ടെ. ഞാനൊരു ബൾബോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു ഒനിയനും ക്യാപ്സിക്കും ഒരു സ്ക്വയർ പീസായിട്ട് നമ്മുടെ ചില്ലി ഗോബി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഹോട്ട് ചില്ലി സോസ് ഉണ്ടല്ലോ, അത് റെഡും ഗ്രീനും അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ്, അതേപോലെ ടൊമാറ്റോ കെച്ചപ്പും, ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി സോയാബീൻ മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഇത്രയും ആയി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സോയാബീൻ ഇട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാവും. ടേസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ആൾ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ ബോയിൽ ചെയ്തത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ആൾ നേരെ ജുമേരയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ മാമ്പഴ പുളിശ്ശേരിയും ഫിഷ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ബാക്കിയാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് അതൊക്കെയാണ് കേട്ടോ കൊടുത്തത്. ഞാൻ ഉണ്ടാക്കിയിട്ടൊന്ന്
അപ്പം തന്നെ ഒന്ന് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാണ്. ബാക്കി ലഞ്ച് ബോക്സിലേക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഇക്കാ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കിച്ചണിലേക്ക് വരാനൊരു ആശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ആലോചനയിലാണ് കിച്ചണിലേക്ക് വരിക. ബസ്മതി റൈസ് ഓൾറെഡി വേവിച്ചതുണ്ടായിരുന്നു, ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേ സോയാബീനും വെച്ച് കൊടുക്കുന്നുണ്ട്. സ്നാക്സായിട്ട് ഞാൻ എപ്പോഴും ചോക്ലേറ്റും സംഭവങ്ങളൊക്കെയാണ് ആറൂനും ഒക്കെ കൊടുത്തയച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. ഹംദാൻ ഇതേ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാറൂന് പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് മതി. ഹാറൂന് സ്നാക്സോ കാര്യങ്ങളോ 2 ബോക്സിലാക്കി കൊടുത്തേക്കാണെങ്കിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ നന്നായിട്ട് ലഞ്ച് കഴിക്കും കേട്ടോ. ആൾക്ക് അത്രയും മതി എന്നാണ് പറയാം കേട്ടോ. ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സും ഒരു പാത്രത്തിൽ സ്നാക്സോ കാര്യങ്ങളോ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിശന്നായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് വരണേ. പക്ഷെ നമ്മൾക്കത് അങ്ങനെ കൊടുത്തയക്കാനായിട്ട് മനസ്സ് അനുവദിക്കില്ലല്ലോ. കാരണം രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2:45 നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു വരിക. അത്രയും സമയം ഇത് കഴിച്ച് എങ്ങനെ നിൽക്കണേന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെയിൻ ഫുഡ് അങ്ങനെ കൊടുത്തയക്കും. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കാലിയാക്കി തന്നെ കൊണ്ടുവരണമെന്ന്. ഞാൻ സ്ട്രിക്റ്റ് പറഞ്ഞേക്കണോണ്ട് ആൾ മനസ്സോടെ കഴിച്ചിട്ട് വരും കേട്ടോ. പണ്ടൊക്കെ ബസ്സിലിരുന്നും കഴിക്കുമായിരുന്നു. ഇപ്പോൾ ബസ്സിൽ ആൻറ്റി സമ്മതിക്കില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.